നിലയ്ക്കൽ അന്നദാനത്തിന്റെ മറവിൽ ക്രമക്കേട് നടത്തിയ കേസിൽ ദേവസ്വം ബോർഡ് ഉന്നത ഉദ്യോഗസ്ഥനായ ജയപ്രകാശിന്റെയും ഭാര്യ ശ്രീജയുടെയും സ്വത്തുക്കൾ ഇഡി കണ്ടുകെട്ടി. കൊല്ലം ജില്ലയിലെ 40.48 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് കണ്ടുകെട്ടിയത്. 2018 മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലയളവിലാണ് ക്രമക്കേട് നടന്നത്. കൂടുതൽ വിവരങ്ങൾ എസ് രാഗിൻ നൽകും. രാഗിൻ, എപ്പോഴായിരുന്നു ഇഡി നടപടി? അന്വേഷണത്തിന്റെ കൂടുതൽ പുരോഗതി എങ്ങനെയാണ്? പ്രധാന നടപടിയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. നിലയ്ക്കൽ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറും നിലവിൽ അസിസ്റ്റന്റ് കമ്മീഷണറുമാണ് ഈ ജയപ്രകാശ് എന്ന് പറയുന്നയാൾ. ഈ ജയപ്രകാശ് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനാണ്. ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥനായിട്ടുള്ള ജയപ്രകാശിന്റെയും ഭാര്യ ശ്രീജ ജയപ്രകാശിന്റെയും പേരിലുള്ള 40.48 ലക്ഷം രൂപ മൂല്യം വരുന്ന സ്വത്തുക്കളാണ് ഇഡി കണ്ടുകെട്ടിയിരിക്കുന്നത്. കൊല്ലം ജില്ലയിലുള്ള സ്വത്തുക്കളാണ് ഇഡി ഇപ്പോൾ കണ്ടുകെട്ടി നടപടിയായിരിക്കുന്നത്. താൽക്കാലിക കണ്ടുകെട്ടലാണ് വന്നിരിക്കുന്നത്. ഈ കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം എന്ന് പറയുന്നത് 2018 മണ്ഡല മകരവിളക്ക് സമയം നിലയ്ക്കലിലെ അന്നദാനത്തിന്റെ മറവിൽ നടത്തിയ തട്ടിപ്പും ക്രമക്കേടും ആയിരുന്നു. അന്ന് പത്തനംതിട്ട വിജിലൻസ് കേസെടുത്ത് നടപടികൾ സ്വീകരിച്ചിരുന്നതാണ്. അതിന് ചുവട് പിടിച്ചാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും ഇക്കാര്യങ്ങൾ അന്വേഷിച്ചത്. പലവ്യഞ്ജനത്തിന്റെയും മറ്റും മറവിൽ വ്യാജ ബില്ലും ഇൻവോയ്സും ഒക്കെ തയ്യാറാക്കി ലക്ഷങ്ങൾ തട്ടിപ്പ് നടത്തി എന്നതായിരുന്നു കേസ്. ഈ വ്യാജ ബില്ലും ഇൻവോയ്സും ഒക്കെ ഫോർജറായിട്ട് ക്രിയേറ്റ് ചെയ്ത ശേഷം ദേവസ്വം ഫണ്ടിൽ നിന്ന് പണം അനുവദിപ്പിക്കുകയായിരുന്നു. ഏതായാലും ഈ പത്തനംതിട്ടയിൽ അന്ന് വിജിലൻസ് രജിസ്റ്റർ ചെയ്ത ഈ കേസിലെ പ്രതികളിൽ ചിലർ ഈ നിലവിലെ ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലും ഉൾപ്പെട്ടിട്ടുണ്ട്. അതായത് സുധീഷ് കുമാർ ഉൾപ്പെടെയുള്ളവരാണ് ആ കേസിലും ഉണ്ടായിരുന്നത്. എന്തായാലും ഇപ്പോൾ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ സംബന്ധിച്ചിടത്തോളം നേരത്തെ തന്നെ ഇഡി വ്യക്തമാക്കിയിരുന്നു സ്വർണ്ണക്കൊള്ളയ്ക്ക് പുറമെ മറ്റു പല ക്രമക്കേടുകളും ശബരിമലയിൽ നടന്നിട്ടുണ്ടെന്നും അക്കാര്യങ്ങളിലടക്കം വിപുലമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്നും. ആ ഘട്ടത്തിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇപ്പോൾ ദേവസ്വം ബോർഡിൽ പിടിമുറുക്കിയിരിക്കുകയാണ്. ആ ക്രമക്കേടുകളിൽ ഒന്നൊന്നായി നടപടികൾ സ്വീകരിച്ചു വരുന്നു. ഇപ്പോൾ 40.48 ലക്ഷം രൂപയുടെ സ്വത്തുക്കളാണ് ഈ ജയപ്രകാശിന്റെ കണ്ടുകെട്ടിയിരിക്കുന്നത്. ശരി, നിലയ്ക്കൽ അന്നദാനത്തിന്റെ മറവിൽ നടന്ന ക്രമക്കേടിലാണ് ഇഡിയുടെ സുപ്രധാനമായ നടപടി. എസ് രാഗിനാണ് കൂടുതൽ വിവരങ്ങൾ പങ്കുവച്ചത്.